ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ താമര എങ്ങനെ നടും എന്നുള്ള ഇത് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ പൂവുകളും ചെയ്തതൊക്കെയാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ബൗളിൽ ആദ്യം ചാണകപ്പൊടിക്ക് ചിലവർ പറയും കട്ട പാടില്ല, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. എല്ലാം എന്തുണ്ടായാലും ചാണകത്തിൻ്റെ പൊടിയില്ലാത്ത കട്ടയായാലും വിഷയമൊന്നുമല്ല കേട്ടോ. അടുത്ത് നമ്മൾ ചുവന്ന പശ, നമ്മൾ ചരലാണ്. പാടത്തൊക്കെ കിട്ടുന്ന പശച്ചാരലല്ല, നമ്മളെ വീട് നന്നാക്കുന്ന കല്ലില്ലേ, കല്ലിൻ്റെ പൊടിയാണ്. പക്ഷെ ഈ പൊടിയിൽ നിന്ന് ഇങ്ങനെയുള്ള പൊടിയാത്ത കല്ലാണെങ്കിൽ നമ്മൾ മാറ്റണം. പാടത്തെ ആ പശച്ചാരലാണെങ്കിലും വിഷയമില്ല കേട്ടോ. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് സ്റ്റക്കാക്കട്ടെ. ഇതിൽ മൊത്തം ചരല് നുറക്കുക. ചരല് മൊത്തം ഫില്ല് ചെയ്യണമെന്നില്ല, ഏകദേശം ഒരു ഈ ഒരു ലെവലിൽ. ചാണകം അടിയിലിട്ടിട്ടുണ്ടെന്നുള്ള ചാണകം അടിയിലിട്ടിട്ടുണ്ടെന്ന് അറിയാത്ത രീതിക്ക് ഒന്ന് ഫില്ലപ്പ് ആക്കാം. ഒരു പാത്രത്തിൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ കാണണ്ടോ എങ്ങനെയാണ് നടുന്നതെന്ന്. കൂടുതൽ വെള്ളം വേണ്ട, ഒന്ന് പകർന്നു നിന്നാൽ മതി. ഒക്കെ ഒന്ന് കുതിരണ രീതിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതെ, റീപോട്ടിങ് എടുക്കുന്നതാണ്. താമരയൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത്രയും കിട്ടും നമുക്ക്. പക്ഷെ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ ഇതിപ്പോൾ ഒരു എത്ര എണ്ണത്തിന് നടാൻ പറ്റും? ഒരു 10-15 എണ്ണത്തിന് നടാൻ പറ്റും. നല്ല അടിപൊളി കിഴങ്ങായിട്ടുണ്ട്. ഞാനപ്പോൾ ഇതാണ് എടുക്കാൻ പോകുന്നത്. കഷ്ണം മതി, പക്ഷെ ഞാനിതൊരു വലിയ ബൗളായതുകൊണ്ട് ഇത്രയും പോലെ എടുക്കുന്നുണ്ട്. ഓക്കെ, പോവാണ്. നടാൻ വേണ്ടി പോവാണ്. നമ്മൾ നടാൻ പോവാണ്. എപ്പോഴും നമ്മളൊരു സൈഡിൽ വെക്കണേ. കാരണം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരു അരിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ കവർ ചെയ്തത് വരും. ഒരു റൗണ്ടായിട്ട്, ഒരു സർക്കിളായിട്ട് അത് പിന്നെയും വരും. കണ്ടോ, ഇതിങ്ങനെ ചെയ്താൽ മതി. അടിയിൽ ചാണകം കൊണ്ട് മേലെ ഇത് നിൽക്കാൻ വേണ്ടി നമ്മൾ ചരൽ ഒന്ന് ജോയിൻ്റ് ആക്കി വെക്കണം. ഇത് ജോയിൻ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഇത് ഫില്ലറാക്കും. അത് താമര തന്നെ അങ്ങനെ മുളച്ച് ഇതിൻ്റെ വേരൊക്കെ പല ഭാഗങ്ങളിലേക്ക്, പല ദിശയിലേക്ക് മാറുമ്പോൾ ഇത് ഫുള്ളാവും. അങ്ങനെയൊന്ന് ഞാൻ ചെയ്തതാണ്. ചെറുത് ഇതിൽ നിന്ന് അത്രയും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് മുള വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് മുളച്ച് പല ഇനത്തിലും നമ്മൾ വെച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് ബോട്ടിലായിട്ട് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ആമ്പലയുണ്ട്. പക്ഷെ ആമ്പല ഇതുവരെ വന്നിട്ടില്ല, പൂ വിരിഞ്ഞിട്ടില്ല. ആമ്പലുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ. എന്നാലും നമുക്ക് വേഗം താമര ഉണ്ടാവും. അതാ അവിടെ അതാ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്
അതിന് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് മുട്ട് വേഗം വരും. 2 മാസം കൊണ്ട് നമുക്ക് പോരും. നമ്മളെ വളം പോലെ വെയിലിൻ്റെ ഇതുപോലെ എങ്ങനെയാണോ അതിന് നമ്മൾ പരിചരിക്കണേ അതേപോലെ അത് നമുക്ക് തിരിച്ചും തരും. കുറച്ച് മേലിലൊക്കെ ഉണ്ട്. അവിടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ആ താമര എപ്പോഴും നമുക്കുണ്ടാവും.